الحمد لله الحمد لله الذي هدانا بالكتاب الكريم نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ به من شرور أنفسنا من يهد الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا بين يدي الساعة من يطع الله ورسوله فقد رشد ومن يعصهما فإنه لا يضر إلا نفسه ولا يضر الله شيئا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم ذلك الكتاب لا ريب فيه هدى للمتقين الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون صدق الله أيها الناس اتقوا الله അള്ളാഹുവിൻ്റെ വിധികളെയും വിലക്കുകളെയും ശരിയായ ജാഗ്രതയോടെ പൂർണ്ണമായ സൂക്ഷ്മതയോടെ സ്വീകരിക്കുകയും ഉൾക്കൊള്ളുകയും അനുവർത്തിക്കുകയും ചെയ്യണമെന്ന് അതിലൂടെ നമ്മുടെ ഉള്ളും പുറവും ശുദ്ധമാക്കുകയും ജീവിതത്തെ സത്കർമ്മനിരതമാക്കുകയും ഇഹലോക വിജയം നേടാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യണമെന്ന് ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുകയും നേരായ വഴിയിലൂടെ ജീവിച്ച് വിജയം വരിക്കുവാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുകയും ചെയ്യുമാറാകട്ടെ. സാധാരണഗതിയിൽ ഷഅബാനിലെ അവസാനത്തെ ഖുതുബയാകുമ്പോൾ അത് അദല്ലക്കും ഷഹറുൻ അലീം എന്ന് ഓർമ്മിപ്പിക്കാറുണ്ട്. മഹത്തരമായൊരു മാസം ഇതാ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഷഅബാനിലെ അവസാനത്തെ ഖുതുബയിൽ പറഞ്ഞതാണ്, ഈ മഹത്തരമായ മാസത്തെക്കുറിച്ചുള്ള ഓർമ്മ അല്ലെങ്കിൽ അതിങ്ങ് വന്നുകൊണ്ടിരിക്കുന്നു, അടുത്തെത്തിയിരിക്കുന്നു. അടുത്ത ജുമാ നോമ്പുകാരായിക്കൊണ്ടാവും നമ്മൾ ഒത്തുകൂടുക. സ്വാഭാവികമായും നോമ്പിനെ, വ്രതാനുഷ്ഠാനത്തെ നമ്മളിവിടെ കുറെ നാളായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയത്തിൻ്റെ അതേ പരിപ്രേക്ഷ്യത്തിൽ തന്നെ വിശകലനം ചെയ്യാനുള്ള ശ്രമം നടത്തുകയാണ്. അള്ളാഹു തുണക്കുമാറാകട്ടെ. നമ്മൾ പറയുമ്പോൾ ചിലപ്പോൾ കുറച്ച് ആഴത്തിലേക്ക് പോകേണ്ടി വരും. കാര്യങ്ങൾ മനസ്സിലാക്കി സ്ഥിരതയോടെയും സ്വബറോടെയും ജീവിക്കുന്നതിന് അല്പം ശ്രദ്ധ ആവശ്യമാണ്. വിശദമായ അറിവാണ് യഥാർത്ഥത്തിൽ ശരിയായതേത് എന്ന് തീരുമാനിക്കാനും തിരഞ്ഞെടുക്കാനും നമ്മളെ സഹായിക്കുക. ഒരുപാട് പ്രലോഭനങ്ങൾക്ക് നടുവിലൂടെയാണ് നമ്മളെപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രലോഭനങ്ങളോട് ആർത്തി വളർത്തുക എന്നുള്ളതാണ് സാത്താന്റെ പ്രവൃത്തി തന്നെ. കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചിരുന്നു, എല്ലാം ഉണ്ടായിട്ടും അതിര് കടന്ന് അപ്പുറത്തേക്ക് പോകാനാണ് ശൈത്താൻ ആവശ്യപ്പെട്ടത്. അവർക്കില്ലാത്തതൊന്നും ഉണ്ടായിരുന്നില്ല. കുലാ മിൻഹ റഗദൻ ഹൈസു ശൈതുമ.
ഇവിടെ ഒരുക്കിയിട്ടുള്ള പഴങ്ങളിൽ നിങ്ങൾക്കിഷ്ടമുള്ളത് എന്തും ഭക്ഷിക്കാം. അങ്ങനെ ഒരു ഭൂഗോളം തന്നെ, ഒരു പ്ലാനറ്റ് തന്നെ എന്ന് പറയാവുന്ന വിധത്തിൽ ഒരു ലോകം അവർക്ക് തുറന്നു കൊടുത്തിട്ട് കൊതി തോന്നിയത് അതിനപ്പുറത്ത് നിൽക്കുന്ന മരത്തോടാണ്. ഇതാണ് യഥാർത്ഥത്തിൽ സാത്താൻ നിർവഹിക്കുന്ന പ്രവൃത്തി എന്ന തിരിച്ചറിവോടുകൂടി സാത്താനെ പ്രതിരോധിക്കുക എന്നുള്ളതാണ് നമ്മുടെ ധർമ്മം. ആവശ്യമായിട്ടുള്ള കരുത്ത് നമുക്കുണ്ടാവേണ്ടത്. നമ്മൾ വിഷയം പറഞ്ഞു വരുമ്പോൾ പറഞ്ഞിരുന്നു, ആധുനിക കാലത്ത് ശൈത്താൻ പ്രത്യക്ഷപ്പെടുന്നത് നിയോ ലിബറലിസമായിട്ടാണ്. പ്രലോഭിപ്പിക്കുന്ന പലതും അതിലുണ്ട്. അത്തരം പ്രലോഭനങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള, മോചിപ്പിക്കാനുള്ള ഒരു കവചമായിട്ട് നമ്മുടെ നോമ്പ് മാറുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പിനെ വിശേഷിപ്പിച്ചത് ജുന്ന എന്നാണ്. സിയാം ജുന്ന, ഫാസ്റ്റിംഗ് എന്നാണ് സാധാരണ അർത്ഥം പറയുക. വേറെ വാക്ക് കിട്ടുമെന്ന് നോക്കണം, നമുക്ക് നോക്കാം. കാരണം ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ തടി കുറക്കാൻ വേണ്ടി ഡയറ്റ് കൺട്രോൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പട്ടിണി കിടക്കുന്നതിനും ഫാസ്റ്റിംഗ് എന്നാണ് പറയാം. പിന്നെ പ്രകൃതി ചികിത്സക്കാർക്കാണെങ്കിൽ അവർ ജലദോഷം മുതൽക്ക് കുഷ്ഠരോഗം വരെ എന്തിനും ഫാസ്റ്റിംഗ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള ആഴവും അർത്ഥവുമില്ലാത്ത ഒരു വാക്കായിട്ട് ചില വാക്കുകൾ അങ്ങനെ നിരന്തരം ഉപയോഗിക്കുമ്പോഴെങ്ങനെയാണ് അത് മാറിപ്പോയിട്ടുണ്ട്. വേറെ വാക്ക് കിട്ടണമെങ്കിൽ ഭാഷയിൽ അഗാധമായ ജ്ഞാനമൊക്കെ വേണം. എന്നാലും കുറെ കൂടി കാര്യക്ഷമമായ സൗമിൻ്റെ എല്ലാ അർത്ഥങ്ങളെയും പ്രതിഫലിപ്പിക്കുന്ന പദം കിട്ടുമോ എന്ന് നോക്കാം, ഇംഗ്ലീഷിലായാലും മലയാളത്തിലായാലും. എന്തായാലും പ്രവാചകൻ പ്രധാനമായും പറഞ്ഞിട്ടുള്ളത് ഒരു പരിചയമായിട്ട് ഇതിനെ ഉപയോഗിക്കണം എന്നാണ്. അപ്പൊ അതാണ് യഥാർത്ഥത്തിൽ ഇതിലെ തഖ്വയുടെ വശവും എന്നും കാണണം. ജീവിതത്തിലെ വിശുദ്ധി എന്ന് പറഞ്ഞാൽ സാത്താന്റെ കെണിയിൽ പെടാതെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. സാത്താന്റെ പ്രലോഭനം പുതിയ കാലത്ത് ഇവിടെ സൂചിപ്പിച്ച നിയോ ലിബറൽ തട്ടിപ്പുകളായി. അസ്ഹാബ് മദിയന്റെ മാർക്കറ്റ് കറപ്ഷനെ പറ്റി പറയുമ്പോൾ പറഞ്ഞിരുന്നല്ലോ. മാത്രവുമല്ല അക്യുമുലേഷനെ സംബന്ധിച്ച് പറഞ്ഞു, അല്ലതീ ജമാ മാലം വാദ്ദത, മനുഷ്യൻ കൊതിയോടുകൂടി വാരിക്കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. തൊട്ടു മുമ്പ് പറയുന്ന വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ഹുമസ എന്നാണ്. അത് മറ്റുള്ളവരോട് കാണിക്കുന്ന അനീതികളെ സൂചിപ്പിക്കുന്ന പരാമർശമാണ്. അപ്പൊ ഒരാളുടെ റൈറ്റിനെ വയലേറ്റ് ചെയ്തുകൊണ്ട് നീ കൂടുതൽ സമ്പാദിക്കുന്നു. അതാണ് ഡേവിഡ് ഹാർവിയെ നമ്മൾ ഉദ്ധരിച്ചത്, അക്യുമുലേഷൻ ബൈ ഡിസ്പൊസഷൻ, ഒരാളിൽ നിന്ന് ഇങ്ങോട്ട് പിടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ബാത്തിലായിട്ട് മറ്റൊരാളുടെ മുതൽ ഭക്ഷിക്കുക. ഇത് ഒരു പൈസയുടെ കാര്യത്തിലാണെങ്കിൽ പോലും പാടില്ല എന്നുള്ളത് കർക്കശമായിട്ട് വിശുദ്ധ ഖുർആന്റെ ആഹ്വാനമാണ് എന്ന് മനസ്സിലാക്കേണ്ടതാണ്. നഷ്ടത്തെക്കുറിച്ച് സഹാബാക്കൾ ഭയന്നിരുന്നില്ല. പക്ഷെ ലാഭമുണ്ടാകുമ്പോൾ അത് എവിടെ നിന്നാണെന്ന് വളരെ സൂക്ഷ്മമായിട്ട് നോക്കും. അതെങ്ങനെ ഉണ്ടായതാണ്? അത് എനിക്ക് തിന്നാൻ കൊള്ളാവുന്നതാണോ? എൻ്റെ ഭാര്യക്കും മക്കൾക്കും കൊടുക്കാൻ കൊള്ളാവുന്നതാണോ? അതിലുപരി കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞ പോലെ ബിസ്മി ചൊല്ലി തിന്നാൻ പറ്റിയതാണോ എന്ന ഒരു സൂക്ഷ്മത പരിശോധന. തഖ്വ എന്ന് പറഞ്ഞാലും വേറൊന്നല്ലല്ലോ അർത്ഥം. മുത്തഖിയാവുക എന്ന് പറഞ്ഞാൽ ഗോഡ് കോൺഷ്യസ് ആവുക. ഗോഡ് കോൺഷ്യസ് ആവുക എന്ന് പറഞ്ഞാൽ സോഷ്യൽ കോൺഷ്യസ് ആവുക. മനുഷ്യനെ സംബന്ധിച്ചുള്ള ബോധം, ചുറ്റുപാടുമുള്ളവർക്ക് ഞാനായിട്ടൊരു ഉണ്ടാക്കരുത്. കുഴപ്പമുണ്ടാക്കിക്കൊണ്ട് മാത്രമേ കൂടുതൽ നേടുന്നുള്ളൂ എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. അപ്പൊ അതിനുള്ളൊരു പ്രലോഭനമായിട്ട് സാത്താൻ പ്രവർത്തിക്കുമ്പോൾ, അത് നിയോ ലിബറലിസത്തിന്റെ കൺസ്യൂമറിസമായിട്ട് മാറുമ്പോൾ, യഥാർത്ഥത്തിൽ ഇവിടെ മാർക്സിനെ തന്നെ നമ്മൾ വീണ്ടും ഓർക്കുകയാണ്. കമ്മോഡിറ്റി ഫെറ്റിഷിസം എന്ന് ദാസ് ക്യാപിറ്റലിൽ ഒരു പ്രയോഗമുണ്ട്. കമ്മോഡിറ്റി ഫെറ്റിഷിസം. ഫെറ്റിഷിസം എന്ന് പറഞ്ഞാൽ മനഃശാസ്ത്രത്തിലൊരു ഫെറ്റിഷിസം ഉണ്ട്, അത് വേറെയാണ്. ഈ മതമീമാംസയായിട്ട് ബന്ധപ്പെട്ട ഫെറ്റിഷിസം എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഒരു ദിവ്യത്വവും ഇല്ലാത്ത വസ്തുക്കളിൽ നമ്മളായിട്ട് ദിവ്യത്വം ആരോപിക്കുകയാണ്. വിഗ്രഹം അങ്ങനെയാണ്. ഐഡോൾസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അത് ഉണ്ടാക്കി ശരിപ്പെടുത്തി അത് യഥാസ്ഥാനത്ത് പ്രതിഷ്ഠിക്കുന്നത് വരെ അതിന് യാതൊരു വില ഉണ്ടാവില്ല. പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ദൈവമാണ്. ഇതുപോലെ ഉറുക്ക്,
ഇങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ പൂർണ്ണമോ ഭാഗികമോ ആയിട്ടുള്ള ദിവ്യത്വം നമ്മൾ കൽപ്പിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ അതിനൊന്നുമില്ല. അപ്പൊ ഇങ്ങനെയുള്ള ആരാധനാ രീതികളെ ഫെറ്റിഷിസം എന്നാണ് ഈ റിലീജിയനുമായി ബന്ധപ്പെട്ട പഠനങ്ങളിൽ പറയാം. അപ്പൊ ഇതുപോലെ കമോഡിറ്റി ഫെറ്റിഷിസം എന്ന് പറഞ്ഞാൽ ഒരു ഉൽപ്പന്നത്തെ സംബന്ധിച്ച് നമുക്കൊരു ഭയങ്കര ഈ ഓറയൊക്കെ ചിലപ്പം പരസ്യത്തിലൊക്കെ ഓറയൊക്കെ വരച്ചു വെക്കും. 1.5 ലക്ഷം രൂപ കൊടുത്തിട്ട് നമ്മളൊരു സ്മാർട്ട് ഫോൺ വാങ്ങണ്ടെന്നല്ല പറഞ്ഞത്. നമുക്ക് ആവശ്യമുള്ള ഫീച്ചേഴ്സ് നമ്മുടെ വരുമാന പരിധിക്കകത്ത് ലഭ്യമാണെങ്കിൽ നമുക്കത് സ്വന്തമാക്കാം. അതിലുള്ള ഹലാലും ഹറാമൊന്നല്ല ഈ പറയുന്നത് നമ്മളാണെങ്കിലും അത് ചെയ്യും. പക്ഷെ ഇവിടെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ 1.5 ലക്ഷം ഇതിന്റെ വാല്യൂ, എക്സ്ചേഞ്ച് വാല്യൂ, ഇത് നിർണയിക്കുന്നത് യഥാർത്ഥത്തിൽ എന്താണ്? അതില് മാർക്സ് വിവരിച്ച മിച്ചമൂല്യമുണ്ട്. അന്യായമായ സമ്പാദ്യമാണ് മിച്ചമൂല്യം എന്നാണ് മാർക്സ് പറയുന്നത്. മാർക്സിസത്തിൽ ഏറ്റവും കൊടിയ ഹറാമാണ്. അതോടൊപ്പം തന്നെ സാമൂഹിക ബന്ധങ്ങൾ, ലേബർ, അതിലെ തൊഴിലാളിയുടെ വേർപ്പ്. പക്ഷെ ഈ ഫോണിന്റെ വില നിശ്ചയിക്കുന്ന ഇതൊന്നുമല്ല, ഇതൊക്കെ ഇൻവിസിബിൾ ആണ്. ഈ ഫോണിന്റെ, ഈ ഉൽപ്പന്നത്തിന്റെ വില നിശ്ചയിക്കുന്നത് നമുക്കുണ്ടാകുന്ന ഒരു ഭ്രമാത്മകമായിട്ടുള്ള ഒരു അനുഭവമാണ്. ഈ സാധനം കയ്യിലുണ്ടെങ്കിൽ എന്തോ ഒന്ന്, ഒരു സിനിമ പറയുന്നുണ്ട്, ആ ഫോൺ എൻ്റെ കയ്യിലുള്ളപ്പോൾ എനിക്കെന്തോ ഒരു സുരക്ഷാബോധം അനുഭവപ്പെട്ടിരുന്നു. ഫെറ്റിഷ് ആയി മാറുകയാണ്. അപ്പൊ അങ്ങനെ ആ ഒരു ഭ്രമം കൂടി ചേർത്തുകൊണ്ടുള്ളതാണ് യഥാർത്ഥത്തിൽ അതിന്റെ വില. നെക്സ്റ്റ് മോഡൽ ഇറങ്ങുമ്പോൾ നേരത്തെ ഉള്ളതിന്റെ വില പകുതിയായി കുറയുന്നതും കാണാം. അതും ആലോചിക്കണം. എങ്ങനെയാണ് പകുതിയാകുന്നത്? ലാഭമില്ലാത്തൊരു സാധനവും വിൽക്കൂലല്ലോ. നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങാൻ പോയാൽ 10,000 രൂപ വിലയുള്ള ഒരു പ്രോഡക്റ്റ് ഒന്നുകൂടി വാങ്ങുകയാണെങ്കിൽ, അതേ പ്രോഡക്റ്റ് ഒന്നുകൂടി വാങ്ങുകയാണെങ്കിൽ രണ്ടാമത്തതിന്റെ വില 500 രൂപയായിരിക്കും. അപ്പൊ 9,500 രൂപ നഷ്ടത്തിൽ തരുന്നു എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പൊ അങ്ങനെ അല്ലെങ്കിൽ പിന്നെ ഈ 500 രൂപക്ക് തരുന്നതിന്റെ ലാഭവും കൂടി മറ്റേ 10,000-ൽ ഉണ്ട് എന്ന് പറയുമ്പോൾ ഒന്നായിട്ട് വാങ്ങുന്നവനോ, രണ്ടാമത്തെ നിനക്ക് വേണ്ട, ആവശ്യമില്ല, അതുകൊണ്ട് എനിക്ക് ഒന്നു മതി, 10,000 രൂപ കൊടുക്കണമല്ലോ. ഈ 10,000 രൂപയിൽ മറ്റുള്ളവർക്ക് 500 രൂപയ്ക്ക് കൊടുക്കുന്ന സാധനത്തിന്റെ ലാഭവും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് വാങ്ങുന്നത്. അന്യായമല്ലേ? വാങ്ങുന്ന മനുഷ്യൻ ഒന്നല്ലേ വേണ്ടു, ഓനോട് അതിന്റെ വിലയല്ലേ വാങ്ങാൻ പാടുള്ളൂ. ഇങ്ങനെയുള്ള ഒരുപാട് വഞ്ചനകൾ യഥാർത്ഥത്തിൽ അതൊക്കെയും ഈ പറയുന്ന ഒരു ബ്രാൻഡ് വാല്യൂ എന്നൊക്കെ നമ്മൾ പറയും. ബ്രാൻഡ് വാല്യൂ, കമോഡിറ്റി ഫെറ്റിഷിസമാണ്. ചില കമോഡിറ്റികൾക്ക് നമ്മൾ നൽകുന്ന ഇതൊക്കെയും യഥാർത്ഥത്തിൽ പ്രലോഭനമായിട്ട് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോഴും ആവർത്തിച്ചുറപ്പിച്ച് പറയുന്നു, നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ ഉപയോഗിക്കണം. അതൊരു തെറ്റാണെന്ന് ഇവിടെ ആർക്കും അഭിപ്രായമില്ല. പക്ഷേ മാർക്കറ്റിന്റെ വഞ്ചനകളെ സംബന്ധിച്ച് പറയാം, ഇവിടെ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ചിലതുണ്ട്. അതേ സംബന്ധിച്ചാണ് നോമ്പ് കാലത്ത് ചിന്തിക്കേണ്ടത് എന്ന് തോന്നിയത് കൊണ്ട് ചില വർത്തമാനങ്ങൾ പറയാം. പറഞ്ഞു വരുന്ന വിഷയത്തോട് ചേർത്തിട്ട് എന്ന് പറഞ്ഞല്ലോ. T.S. എലിയറ്റ് എന്ന് പറഞ്ഞാൽ പ്രശസ്തനായ ഒരു ബ്രിട്ടീഷ് നാടകകൃത്തും കവിയും ഒക്കെയാണ്. അദ്ദേഹത്തിന്റെ ദ റോക്ക് എന്നൊരു ഈ സാധാരണ നമ്മൾ ഈ പ്രഹസനം എന്നൊക്കെ മലയാളത്തിൽ പറയുന്നതിന് സമാനമായിട്ടുള്ള ഒരു നാടകം, ഈ ചെറിയ ഒറ്റൊരു ആക്ടിൽ പിന്നെ തമാശകളൊക്കെ ചേർത്തിട്ടുള്ള സറ്ററിക്കലായിട്ടുള്ള അവതരണങ്ങൾക്കാണ് പ്രഹസനം എന്ന് പറയുന്നത്. ഭാഷയിൽ നമ്മൾ സാധാരണ പ്രഹസനം എന്ന് പറയാറുണ്ട്. ഇതെന്തൊരു പ്രഹസനമാണെന്നൊക്കെ ചോദിക്കുക. അതല്ല, ഇതൊരു കലാരൂപമാണ്. അപ്പൊ അങ്ങനെയുള്ളൊരു നാടകമാണ് യഥാർത്ഥത്തിൽ ദി റോക്ക്. അതില് ഒരു കോറസ്, ഒരു കവിതയായിട്ട് വരുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, വേർ ഇസ് ദ ലൈഫ് വി ഹാവ് ലോസ്റ്റ് ഇൻ ലിവിങ്? ജീവിക്കുമ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ജീവിതം എവിടെയാണ്? എന്തൊരു ചോദ്യം അത്! ജീവിക്കുക എന്ന് പറഞ്ഞാൽ ജീവിക്കല്ലേ? പക്ഷെ എലിയട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ജീവിതം എവിടെയാണ്? വേർ ഇസ് ദ വിസ്ഡം വി ഹാവ് ലോസ്റ്റ് ഇൻ നോളജ്? ജ്ഞാനത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന വിവേകം എവിടെ? വീണ്ടും ചോദിക്കുന്നു അദ്ദേഹം, വേർ ഇസ് ദ നോളജ് വി ഹാവ് ലോസ്റ്റ് ഇൻ ഇൻഫർമേഷൻ? വിവരങ്ങൾ സമ്പാദിക്കുമ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ജ്ഞാനം എവിടെ? അദ്ദേഹം ചോദിക്കുകയാണ്. ആക്ച്വലി ഇത് ജീവിതത്തെ വീണ്ടെടുക്കാനുള്ള ഒരു ആഹ്വാനമാണ്, അറിവിനെ വീണ്ടെടുക്കാനുള്ള ഒരു ആഹ്വാനമാണ്. അതിനു മുമ്പ് ചില വരികളും കൂടി അദ്ദേഹം പറയുന്നുണ്ട്. അത് രസകരമാണ്. ദ എൻഡ്ലെസ് സൈക്കിൾ ഓഫ് ഐഡിയ ആൻഡ് ആക്ഷൻ. ആശയങ്ങളുടെയും പ്രവർത്തനങ്ങളുടെയും നിലക്കാത്തൊരു ചക്രം, അവസാനിക്കാത്തൊരു ചക്രം. എൻലെസ് ഇൻവെൻഷൻ, എൻലെസ് എക്സ്പെരിമെന്റ്. അവസാനിക്കാത്ത കണ്ടുപിടുത്തങ്ങളും അവസാനിക്കാത്ത അനുഭവങ്ങളും. ബ്രിങ്സ് നോളജ് ഓഫ് മോഷൻ ബട്ട് നോട്ട് ഓഫ് സൈലൻസ്. അത് പിന്നെ
ഈ ചലനത്തെക്കുറിച്ചുള്ള അറിവ് നമുക്ക് തരുന്നുണ്ട്. പക്ഷേ നോട്ട് ഓഫ് സ്റ്റിൽനെസ്, ഈ നിശ്ചലതയെക്കുറിച്ചുള്ള യാതൊരു അറിവും നമുക്ക് തരുന്നില്ല. നിശ്ചലതയെക്കുറിച്ചുള്ള അറിവോ, ഇതൊക്കെ വളരെ ആഴത്തിൽ ചിന്തിക്കേണ്ടതാണ്. നമ്മളെ കുറിച്ച് തന്നെ ആലോചിക്കുമ്പോൾ വീണ്ടും പറയുന്നത് നോളജ് ഓഫ് വേർഡ്സ് ആൻഡ് ഇഗ്നറൻസ് ഓഫ് ദി വേർഡ്. വേർഡ്സും വേർഡും തമ്മിൽ വ്യത്യാസം. വേർഡ്സ് എന്ന് പറഞ്ഞാൽ വേർഡ് എന്നുള്ളത് W ക്യാപിറ്റലിൽ എഴുതിയിരിക്കുന്നത്. വാക്കുകളെ സംബന്ധിച്ച് നമുക്ക് വലിയ അറിവ് തരുന്നുണ്ട്. പക്ഷെ യഥാർത്ഥ വചനം ഇതങ്ങോട്ട് ഇല്ലാണ്ടായി പോകുന്നു. നോളജ് ഓഫ് സ്പീച്ച് ബട്ട് നോട്ട് ഓഫ് സൈലൻസ്. സംസാരത്തെ സംബന്ധിച്ചുള്ള അറിവ് നമുക്ക് തരുന്നു, പക്ഷെ നിശബ്ദതയെക്കുറിച്ച് അറിവ് തരുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. എന്നിട്ട് പറയുന്നത് ഓൾ അവർ നോളജ് ബ്രിങ്സ് അസ് നിയറർ ടു ഡെത്ത്. യഥാർത്ഥത്തിൽ ഈ അറിവുകളൊക്കെ നമ്മളെ മരണത്തിലേക്ക് അടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ബട്ട് നിയർനെസ് ടു ഡെത്ത് നോ നിയറർ ടു ഗോഡ്. മരണത്തിലേക്കുള്ള ഈ അടുപ്പം ദൈവത്തിലേക്കുള്ള അടുപ്പമല്ല താൻ. അപ്പൊ ദൈവത്തിലേക്ക് അടുക്കാൻ നമുക്ക് പറ്റുന്നില്ല. ജീവിതം മുഴുവൻ ജീവിച്ച് തീർത്ത് മരിക്കാനേ നമ്മളെ കൊണ്ട് പറ്റുന്നുള്ളൂ എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന്റെ കവിതയിൽ പലപ്പോഴും ഇങ്ങനെയുള്ള ആത്മീയമായിട്ടുള്ള അംശങ്ങൾ കടന്നു വരാറ്. അദ്ദേഹത്തിന്റെ പല കവിതകളും അങ്ങനെയാണ്. അപ്പൊ നമ്മൾ മരണത്തോട് അടുപ്പിക്കാൻ മാത്രമേ നമ്മൾ ഈ പറയുന്ന ഇൻവെൻഷൻ, ഈ പറയുന്ന നേട്ടങ്ങൾ ഇതിനൊക്കെ സാധിക്കുന്നുള്ളൂ എന്ന് മാത്രവുമല്ല, അതിനിടയിൽ തന്നെ നമുക്ക് ജീവിതം നഷ്ടപ്പെട്ടു പോകുന്നുണ്ടെന്നാണ്. ചലനത്തിനിടയിൽ നിശ്ചലത നഷ്ടപ്പെട്ടു പോകുന്നു. അതുപോലെ പറച്ചിലിനിടയിൽ നിശബ്ദത. സൈലൻസിന് യഥാർത്ഥത്തിൽ ഒരു ഗാംഭീര്യമുണ്ട്. നോമ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ചിലതൊക്കെ ചെയ്യാതിരിക്കലല്ലേ. ഒരു കർമ്മമായിട്ട് നമ്മളെങ്ങനെ അതിനെ പരിഗണിക്കുക? പൂർണ്ണമായും നെഗറ്റീവാണ്. അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല. ചെയ്യണം എന്ന് പറഞ്ഞിട്ടൊരു നിയമം നോമ്പിലില്ല. അത് തുടങ്ങുമ്പം നിയത്ത് വെക്കണം എന്ന് പറയുന്നേക്കാം. അതല്ലാത്ത വേറൊന്നും ക്രിയാത്മകമായിട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പറയുന്നില്ല. അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന നിർബന്ധവും സുന്നത്തും ഒക്കെ ആയിട്ടുള്ള കുറെ നിയമങ്ങൾ. സാധാരണ നിസ്കാരത്തെക്കുറിച്ച് പറയുമ്പോൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ടത്, അതുപോലെ സുന്നത്തായിട്ട് ചെയ്യേണ്ടത്, ഐച്ഛികമായിട്ട് ചെയ്യേണ്ടത്. നോമ്പിനാകുമ്പോൾ അങ്ങനെയല്ല, നിർബന്ധമായും ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്തത്. പിന്നെ പറയുന്നത് ചെയ്യൽ മോശമായിട്ടുള്ള കാര്യം. ഇങ്ങനെ നെഗറ്റീവായിട്ട് മാത്രമേ പറയാറുള്ളൂ. അപ്പൊ ഈ ചെയ്യാതിരിക്കുക, സ്റ്റിൽനെസ് എന്ന് പറയുന്ന ഒരു സംഗതിക്ക് മൂല്യമുണ്ട്. ഇതാണ് യഥാർത്ഥത്തിൽ ജീവിതത്തിന്റെ ആന്തരികമായൊരു മൂല്യം. ഇത് നമ്മൾ സന്യാസത്തിലേക്ക് കൊണ്ടുപോകേണ്ടതില്ല. നമ്മൾ ചില സമയത്ത് നമുക്കുണ്ടാകുന്ന ഒരു തിരിച്ചറിവ്, നോമ്പ് ഒരു ധ്യാനവും കൂടിയാണ് എന്ന് മനസ്സിലാക്കേണ്ടതാണ്. നമ്മുടെ ഉള്ളിൽ നിന്ന് നഷ്ടപ്പെട്ടത് എന്ത് എന്നതിനെ കുറിച്ചുള്ള ഒരു അന്വേഷണമാണ്. മുമ്പൊരിക്കൽ പറഞ്ഞിരുന്നു, റാബിയത്തുൽ അദവിയെ കുറിച്ചുള്ള ഒരു കഥയാണ്. റാബിയെയും ഹസൻ ബസ്രിയെയും കുറിച്ച് വായിക്കുന്ന പലതും കഥ മാത്രമാണ്, ചരിത്രമൊന്നുമല്ല. പക്ഷെ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, കഥയാണെന്ന് തിരിച്ചറിഞ്ഞാൽ മതി. അപ്പൊ റാബിയ മുറ്റത്തെന്തോ തിരയുന്നത് കണ്ടിട്ട് ആളുകളൊക്കെ വന്നുകൂടി. എന്താണ് ഈ സ്ത്രീ തിരയുന്നത്? കാരണം അവരോട് എല്ലാവർക്കും വലിയ മതിപ്പും ബഹുമാനമൊക്കെ ആണല്ലോ. അങ്ങനെ കൂടി എന്താണ് തിരയുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ എൻ്റെ ഒരു സൂചി നഷ്ടപ്പെട്ടു പോയി. സൂചി തിരയാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടി, എത്ര നോക്കിയിട്ടും കാണുന്നില്ല. അവസാനം റാബിയയോട് ചോദിച്ചല്ലപ്പോ ഇത് എവിടെയാ വീണുപോയത്? ഒരു സൂചിക്ക് വേണ്ടി ആരെങ്കിലും ഇത്രയും മെനക്കെട്ട് തരയോ? പക്ഷെ റാബിയ തരയും. കാരണം ഈ സൂഫികളുടെ തസവുഫിനെ ശരിയായി അനുവർത്തിക്കുന്നവരുടെ ജീവിത ശൈലി എന്ന് പറഞ്ഞാൽ മിനിമലിസമാണ്. ഏറ്റവും കുറഞ്ഞ അനിവാര്യമായ സംഗതികൾ മാത്രമേ അവർ സ്വന്തം ജീവിതത്തിന് വേണ്ടി ഉപയോഗിക്കുള്ളൂ. അത് ധാരാളിത്തത്തോടുള്ള ഒരു പ്രതിഷേധമാണ്. നമ്മളെല്ലാവരും അങ്ങനെ ജീവിച്ചോളണമെന്നൊന്നും അതിനർത്ഥമില്ല. പക്ഷേ ആ സമയത്തുള്ള അവരുടെ ഒരു പ്രതിഷേധ രീതിയാണ്, ധാരാളിത്തത്തോടുള്ള ഒരു പ്രതിഷേധം. അതുകൊണ്ട് വളരെ മിനിമലായിട്ട്, അതുകൊണ്ട് ഒരു സൂചി പോയാൽ അത് തിരയും, അത് പൊയ്ക്കോട്ടെ എന്ന് വിചാരിക്കില്ല. അപ്പൊ ആ സ്വഭാവം അറിയുന്നത് കൊണ്ട് റാബിയയെ സഹായിക്കാൻ വേണ്ടി കുറെ ആളുകൾ കൂടിയാണ്. അപ്പൊ എവിടെ ഇത് വീണുപോയത്? വീട്ടിനകത്താണ്. ഈ വീട്ടിനകത്ത് വീണുപോയ സൂചിയാണോ പുറത്ത് തിരയുന്നത്? ആളുകൾ തിരിഞ്ഞു പോകാന്ന് എന്താ ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു വീട്ടിനകത്ത് വെളിച്ചില്ല. വെളിച്ചത്ത് തിരഞ്ഞാലേ കാണൂ, ചെറിയ സൂചിയല്ലേ. അപ്പോഴാളുകൾ പറഞ്ഞു നിങ്ങൾക്ക് എന്ത് ഭ്രാന്താണ് എന്ന് പറഞ്ഞ് തിരിഞ്ഞു പോകാൻ നേരത്ത് അവരെ വീണ്ടും വിളിച്ചിട്ട് പറഞ്ഞു, അകത്ത് നിന്ന് പോയ സാധനം തിരയണമെങ്കിൽ അകത്ത് വിളക്ക് കത്തിച്ചു വെക്കണം. അപ്പൊ ഇത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് റാബിയ ഈ അഭ്യാസം കാണിച്ചെന്നുള്ളത്. അപ്പൊ നിങ്ങൾ പലപ്പോഴും പുറത്താണ് തിരയുന്നത്. നിങ്ങൾ എവിടെയാണ് സാത്താനെ കണ്ടെത്തുന്നത്? പുറത്താണ്. ചിലപ്പോൾ ചിത്രമൊക്കെ വരച്ചു വെച്ചിട്ടുണ്ടാവും, കൊമ്പും വാലൊക്കെ ആയിട്ട്. അങ്ങനെ ഒരു സാത്താൻ ഇല്ലെന്നേ. സാത്താൻ രക്തധമനികളിലൂടെ ചോര ഒഴുകുന്നത് പോലെ ഒഴുകുമെന്ന് ലൈഫെങ്കിലും ഒരു ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്.
ഹദീസ് പരമ്പര കൊണ്ട് ദുർബലമാണെങ്കിലും വലിയ ആശയമുള്ള അർത്ഥമുള്ള, ഇനി ഹദീസ് അല്ലെങ്കിലും നല്ലൊരു വാക്യമാണ്. രക്തധമനികളിലൂടെ ചോര പോകുന്നത് പോലെ നിങ്ങളുടെ അകത്ത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. സാത്താനെ നിങ്ങൾക്ക് എവിടെ കാണാൻ സാധിക്കും? മിനൽ ജിന്നത്തി വന്നാസ്. ജിന്നുകൾക്ക് കുറെ ശൈത്താനുണ്ട്. ആർക്കിടയിലാണുള്ളത്? ജിന്നുകൾക്കിടയിൽ തന്നെയാണ്. മനുഷ്യന്മാരെ വഴിതെറ്റിക്കുന്ന കുറെ ശൈത്താന്മാരുണ്ട്. അത് ആർക്കിടയിലാണുള്ളത്? മനുഷ്യന്മാർക്കിടയിൽ തന്നെയാണ്. വേറെ സാത്താനല്ല തിരയേണ്ടത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഓരോരുത്തന്റെയും ഉള്ളിലുള്ള ഒരു ശൈത്താനീയത്തുണ്ട്. ഇതിനെ പുറത്തേക്ക് തള്ളണമെങ്കിൽ ഉള്ളിൽ വെളിച്ചമുണ്ടാവണം. അപ്പൊ അകത്ത് വെളിച്ചം കടത്തുകയാണ് വേണ്ടതെന്നുള്ളത്. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് മരണത്തിലേക്കല്ലാതെ ദൈവത്തിലേക്ക് നമുക്ക് അടുക്കാൻ സാധിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ എലിയട്ടിന്റെ പ്രമേയം. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയമായിട്ട് ഇതിനെ ബന്ധപ്പെടുത്തിയാൽ അങ്ങനെയും വേണമല്ലോ. എലിയട്ടിന്റെ ചില വരികൾക്ക് നമ്മളൊരു പാരഡി ഉണ്ടാക്കുക. ഇവിടെ പറയുന്ന, നേരത്തെ പറഞ്ഞിട്ടുള്ള നിയോ ലിബറൽ ക്യാപിറ്റലിസം ഒരു വലിയ വിഷയമാണ്, പറയാവുന്നത്ര പറയാലോ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെടുത്തി വെറുതെ ഒരു പാരഡി ഉണ്ടാക്കിയാൽ, ഇതുവരെ നിയോ ലിബറൽ ക്യാപിറ്റലിസത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ ക്യാപിറ്റലിസത്തെ കുറിച്ച് തന്നെ പറഞ്ഞിട്ടുള്ള സംഗതികളുടെ മുഴുവൻ ഒരു സാരസംഗ്രഹം. വേർ ഇസ് ദ ഹ്യൂമൻ വി ഹാവ് ലോസ്റ്റ് ഇൻ പ്രോഫിറ്റ്? ലാഭത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന മനുഷ്യൻ എവിടെ? വേർ ഇസ് ദ കമ്മ്യൂണിറ്റി വി ഹാവ് ലോസ്റ്റ് ഇൻ കോമ്പറ്റീഷൻ? മത്സരത്തിനിടയിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന സമൂഹം എവിടെ? വേർ ഇസ് ദ ട്രസ്റ്റ്? ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ അമാനത്ത്. അമാനത്ത് എവിടെ? വി ഹാവ് ലോസ്റ്റ് ഇൻ ഓണർഷിപ്പ്. സ്വന്തമാക്കലിനിടയിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന അമാനത്ത് എവിടെയാണ്? വേർ ഇസ് ദ റെസ്പോൺസിബിലിറ്റി വി ഹാവ് ലോസ്റ്റ് ഇൻ ഫ്രീഡം? എവിടെയാണ് നമ്മുടെ സ്വാതന്ത്ര്യത്തിൽ? നിയോ ലിബറലിസം എന്ന് പറഞ്ഞാൽ സർവതന്ത്ര സ്വാതന്ത്ര്യമല്ല, ഇൻഡിവിജ്വലിസം. അപ്പൊ ആ സ്വാതന്ത്ര്യത്തിനിടയിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഉത്തരവാദിത്വം എവിടെയാണ്? ഇവിടെ നമുക്ക് വലിയ നഷ്ടങ്ങൾ. അത് ഒന്ന് ഹ്യൂമാനിറ്റി, മനുഷ്യൻ അല്ലെങ്കിൽ മനുഷ്യത്വം എന്ന് പറയുന്ന സാധനമാണ്. പിന്നെ കമ്മ്യൂണിറ്റി, നമ്മുടെ ആ ഒരു പിന്നെ സമുദായം എന്ന് പറയുന്ന ഒരു സംഭവം, അല്ലെങ്കിൽ സമൂഹം എന്ന് പറയുന്ന ഒരു സംഭവം, ട്രസ്റ്റ്, വിശ്വാസ്യത, അമാനത്ത്, റെസ്പോൺസിബിലിറ്റി, ഹുക്കൂക്ക്, നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ, പടച്ചോൻ നമ്മൾ ഏൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ നഷ്ടപ്പെട്ടു പോവാണ്. എന്തുകൊണ്ട് നഷ്ടപ്പെട്ടു പോകുന്നു? നമ്മൾ ചില ധാരണകൾക്ക് അടിമകളായി പോകും. നേരത്തെ പറഞ്ഞ ഫെറ്റിഷിസം പോലെ തന്നെ. വേർ ഇസ് ദ ബ്രെഡ് വി ഹാവ് ലോസ്റ്റ് ഇൻ സ്പെക്യുലേഷൻ? ഊഹമാണല്ലോ ഇന്നത്തെ കമ്പോളത്തിന്റെ ബേസ്. ഈ ഊഹത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന റൊട്ടി അല്ലെങ്കിൽ അപ്പം. വേർ ഇസ് ദ ലേബർ വി ഹാവ് ലോസ്റ്റ് ഇൻ ഫിനാൻഷ്യൽ ഇല്യൂഷൻ? ധനകാര്യ വിഭ്രമം. അക്കങ്ങൾ മാത്രമേ പെരുകുന്നുള്ളൂ, സാധനം പെരുകുന്നൊന്നുമില്ല. അപ്പൊ ധനകാര്യ വിഭ്രമം, അങ്ങനെ ഒരു വിഭ്രമത്തിനിടയിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന തൊഴിലെവിടെ? Where is the neighbor we have lost in individual success? വ്യക്തിപരമായ വിജയത്തിനിടയിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന അയൽക്കാരൻ. Where is the soul we have lost in endless consumption? അവസാനിക്കാത്ത ഉപഭോഗത്തിനിടയിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാവ്. ഇത് പാരഡിയാണ്, ഇത് എലിയട്ട് എഴുതിയതല്ല. നമ്മൾ പറഞ്ഞു വന്ന വിഷയങ്ങളൊക്കെ ചേർത്തിട്ട് എയുടെ സഹായത്തോടു കൂടി നമ്മൾ നിർമ്മിച്ചിട്ടുള്ള ഒരു പാരഡിയാണ് എലിയട്ടിന്റെ കവിത. അപ്പോൾ ഈ സംഗതി നമുക്ക് സംഭവിച്ചു പോകുന്ന നഷ്ടങ്ങൾ, ഡിജിറ്റൽ മുതലാളിത്തം സൃഷ്ടിക്കുന്ന കുറെ വിഭ്രാന്തികൾ ഇതിൽ പറയുന്നുണ്ട്. സ്പെക്യുലേഷൻ, ഫൈനാൻഷ്യൽ ഇല്യൂഷൻ, ഇൻഡിവിജ്വൽ സക്സസ്, എൻഡ്ലെസ് കൺസംഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ ലോകത്തിലെ മാരകമായ പൈശാചിക തന്ത്രങ്ങൾ എന്ന് തിരിച്ചറിഞ്ഞാൽ അസിയാമു ജുന്ന എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? ഖുർആൻ അവതരിച്ച മാസമാണ് റമദാൻ. ഖുർആനിൽ നിന്ന് ഹിദായത്ത് കിട്ടുന്നത് അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, ഈ ഭൗതികത്തിനപ്പുറം ഒരു യാഥാർത്ഥ്യമുണ്ട് എന്ന് അംഗീകരിക്കുന്നവർക്കാണ്. വയുഖീമൂന സ്വലാ, നിസ്കാരം നിലനിർത്തുക എന്നുള്ളത് മാത്രമല്ല സത്യത്തെ പിന്തുടരുന്നവർക്കാണ്. വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, കയ്യിലുള്ളത് കൊടുക്കുന്നവർക്കാണ്, കയ്യിലുള്ളതെല്ലാം ഉപകാരപ്പെടുത്തുന്നവർക്കാണ്. അതാണ് ഇൻഫാക്കിന്റെയും അടിസ്ഥാനം എന്ന് നമ്മളിവിടെ പറഞ്ഞു. അപ്പൊ ഇവർക്കാണ് യഥാർത്ഥത്തിൽ ഖുർആനിൽ നിന്നുള്ള മാർഗദർശനമെങ്കിൽ ആ ഒരു യോഗ്യതയിലേക്ക് നമ്മളെ ഉണർത്തുന്നതിന് വേണ്ടിയാണ് സൗം എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കും. അത് കേവലം ഫാസ്റ്റിംഗ് അല്ല. കുറെ കൂടി പവർഫുൾ ആയിട്ടുള്ള പദം നമ്മൾ കണ്ടെത്തണം. ആ പദത്തെ മനസ്സിലാക്കുകയും വിശകലനം ചെയ്യുകയും ചെയ്യണം. ഇവിടെ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഇന്നത്തെ ലോകത്തിന്റെ ഈ പ്രലോഭനങ്ങൾ, കൺസ്യൂമറിസം, നോമ്പിന് പട്ടിണി കിടക്കുന്നത് ശൈത്താനെ പ്രതിരോധിക്കാനാണ്. അതോടൊപ്പം തന്നെ ഉപഭോഗത്തിന്റെ അടിമത്തത്തിൽ നിന്ന് മോചനം നേടാനും വേണ്ടിയാണ്. എനിക്ക് ഉപയോഗിക്കാൻ മാത്രമല്ല, ഉപയോഗിക്കാതിരിക്കാനും സാധിക്കും.
എന്ന് തെളിയിക്കുകയാണ്. അതുപോലെ തന്നെ റമദാൻ മാസത്തെക്കുറിച്ചും നോമ്പിനെ കുറിച്ചും ഒക്കെ പ്രവാചകന്റെ വ്രതാനുഷ്ഠാനത്തെ സംബന്ധിച്ചൊക്കെ പറയുമ്പോൾ അദ്ദേഹം അങ്ങേയറ്റം ഉദാരനാകാറുണ്ടായിരുന്നു. സ്വതവേ ഉദാരനായ മനുഷ്യൻ അതിനേക്കാൾ ഉദാരനാകുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. അപ്പൊ ഔദാര്യത്തിന് യഥാർത്ഥത്തിൽ അതിരില്ല എന്നാണ് എൻ്റെ അർത്ഥം. നമ്മൾ കൂടുതൽ എംപതറ്റിക് ആവുന്നു, എല്ലാ മനുഷ്യരെയും സ്നേഹിക്കാൻ വേണ്ടി പഠിക്കണം. ആളുകളുടെ വിശപ്പ് മനസ്സിലാക്കുക എന്നതും പ്രധാനമാണല്ലോ. ഇങ്ങനെ കുറെ സംഗതികൾ, അതുപോലെ എല്ലാ ഭ്രമങ്ങളിൽ നിന്നും എല്ലാ തരത്തിലുള്ള വിഗ്രഹങ്ങളിൽ നിന്നും ഫെറ്റിഷുകളിൽ നിന്നും നമ്മൾ രക്ഷ പ്രാപിക്കുകയും ചെയ്യും. ഈ അർത്ഥത്തിൽ നോമ്പ് നോറ്റ് വിശുദ്ധരായി തീരാൻ നമുക്ക് സാധിക്കണം. ഇൻഷാ അല്ലാഹ് നോമ്പിനെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു വരുന്ന വിഷയത്തിന്റെ പരിപ്രേക്ഷ്യത്തിൽ തന്നെ ഒരുപാട് സംഗതികൾ ഇനിയും നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ പറഞ്ഞു, നല്ല വാക്കുകൾ പോലും നമുക്ക് കണ്ടെത്തേണ്ടതുണ്ട്. കൂടുതൽ സമഗ്രമായിട്ടുള്ള, കൂടുതൽ സമ്പൂർണതയുള്ള, കൂടുതൽ ശരിയായിട്ടുള്ള നോമ്പ് നോറ്റ്. നോമ്പ് എന്നുള്ള വാക്കിനെ സംബന്ധിച്ച് പറയാം, മലയാളത്തിൽ നോമ്പ് മലയാള വാക്കാണ് നോമ്പ്. സംസ്കൃതത്തിൽ ഒരുപാട് വാക്കുണ്ട്. നോവ്, അൻപ്, അങ്ങനെയാണോ അത് വന്നതെന്ന് അറിയില്ല. നോവ് എന്ന് പറഞ്ഞാൽ പെയിനാണ്, അൻപ് എന്ന് പറഞ്ഞാൽ എമ്പതിയാണ്. ഇത് രണ്ടും ചേർന്നതാണ്. കാരണം ഇതിങ്ങനെ പറയാൻ കാരണം ഇതിന്റെ ആദിമ രൂപം നൊയമ്പാണ്. നൊയമ്പ് എന്നാണ് ഇപ്പോഴും തിരുവിതാംകൂർ ഭാഗത്ത് ഈ ലത്തീൻ സിറിയൻ ക്രിസ്ത്യൻസ് ഒക്കെ നൊയമ്പ് എന്നാണ് ഇപ്പോഴും പറയാം. നോവൻപ് നോയമ്പായത് അത് പിന്നെ നോമ്പായതാവാനാണ് സാധ്യത. നോവൻപ്, അൻപിന് വേണ്ടിയുള്ള നോവ്. അതായത് നിങ്ങളോടുള്ള എമ്പതിയുടെ പേരിൽ ഞാൻ സ്വയം ഏൽക്കുന്ന പെയിൻ, അതാണ് എനിക്ക് സാറ്റിസ്ഫാക്ഷൻ തരുന്നത്. ഇതാണ് അള്ളാഹുവിലേക്ക് എന്നെ കൂടുതൽ അടുപ്പിക്കുന്നത്. ഇങ്ങനെ തന്നെയാണ് ഹദീസുകളിലൊക്കെ സാമൂഹിക ബന്ധങ്ങളെ സംബന്ധിച്ച് പറയുന്നത്. നിങ്ങളിലേക്ക് ഞാൻ എത്രത്തോളം അടുക്കുന്നു അത്രത്തോളം ഞാൻ അള്ളാഹുവിലേക്ക് അടുക്കും, അത്രത്തോളം ഞാൻ എൻ്റെ റബ്ബിലേക്ക് അടുക്കും. അപ്പൊ അതിന്റെ ബേസ് ഈ എമ്പതിയാണ്, ഈ അൻപാണ്, അതിന്റെ പേരിലുള്ള നോവ്. അതോടൊപ്പം തന്നെ ലോകത്ത് പരിവർത്തനം സൃഷ്ടിക്കണമെങ്കിൽ, മനുഷ്യർക്ക് വിമോചനം സാധ്യമാക്കണമെങ്കിൽ എൻ എൻ കക്കാടിന്റെ കവിതയെ പറയുന്നുണ്ട്, പല നോവുകൾ നോൽക്കണം. അവിടെ നോവാണ് പറഞ്ഞത്. ചിലര് തെറ്റിയിട്ട് നോമ്പുകൾ നോൽക്കണം എന്നൊക്കെ വായിക്കാറുണ്ട്. അങ്ങനെയല്ല, നോവുകൾ. പുതുവഴി വെട്ടുന്നവൻ പല നോവുകൾ നോൽക്കണം എന്നാണ്. പുതിയതായിട്ടുള്ള പാത വെട്ടി തുറക്കുന്നവർ, പരിവർത്തനത്തിന്റെ ആളുകൾ, സമൂഹത്തിൽ മാറ്റമുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവർ നോവുകൾ നോൽക്കണം. പെയിൻ, വേദനകൾ, ക്ലേശങ്ങൾ സ്വയം സ്വീകരിക്കണം. അങ്ങനെ സ്വീകരിക്കാനുള്ള ഒരു സന്നദ്ധതയും കൂടിയായിട്ട് നോമ്പിന്റെ അനുവർത്തനത്തെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ശരിയായി നോമ്പ് നോൽക്കാനും ശരിയായി ഖുർആൻ വായിക്കാനും ശരിയായി സ്വലാത്ത് നിർവഹിക്കാനും ശരിയായി ദീനിനെ ഫോളോ ചെയ്യാനുമുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുകയും നമ്മെല്ലാവരെയും വിജയിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ.